നമസ്കാരം. ചിത്രം ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയത്തിൻ്റെ പേര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. ടോപ്പിക്ക് കേൾക്കുമ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എന്തോ കൊനിഷ്ഠ പിടിച്ച എന്തോ സബ്ജക്റ്റാണെന്ന്. കൊനിഷ്ഠെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പലരും വിശ്വസിക്കുന്നതും എന്നാൽ ഒരു ഭൂരിഭാഗവും വിശ്വസിക്കാത്തതുമായ ഒരു വിഷയമാണ്. നമ്മുടെ എന്താ പറയേണ്ടത്, പുനർജന്മമെന്നോ ഇല്ലെങ്കിൽ നമ്മുടെ സ്പിരിറ്റെന്നോ, നമ്മൾ മരിച്ചു കഴിഞ്ഞാലുള്ള സ്പിരിറ്റോ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ്. എനിക്ക് അടുത്ത ദിവസങ്ങളിലുണ്ടായ ഒരു അനുഭവം. ചിലപ്പോൾ ഇത് കേൾക്കുന്ന പലർക്കും ഇത് ദഹിക്കാത്ത ഒരു ടോപ്പിക്കായിരിക്കാം. പക്ഷേ ഇതെൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അനുഭവമാണ്. ഒരു 2 ദിവസം മുന്നേ എൻ്റെ വീട്ടിൽ ചക്കയപ്പം ഉണ്ടാക്കി. ചക്കയപ്പം അറിയാമല്ലോ, നമ്മുടെ വരിക്ക ചക്ക. പലയിടങ്ങളിലും ഇതിന് ചക്ക അടയെന്നും ഇലയടയെന്നൊക്കെ പറയാറുണ്ട്. ചക്ക വച്ചിട്ടുള്ള ഒരു 4 മണി വിഭവം എന്ന് പറയാവുന്ന ഒരു ഐറ്റം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കിയപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ സാധാരണ ഞാൻ പലപ്പോഴും പോകുന്നൊരു വീടാണത്. അപ്പോൾ ഞങ്ങൾ വേറൊരു അത്യാവശ്യത്തിന് പോയതുകൊണ്ട് വീട്ടിൽ അങ്ങനെ ഒരു വിസിറ്റായിട്ട് പോയതല്ല. അപ്പോൾ ഹസ്ബൻഡ് വണ്ടിയിലിരുന്നു, ഞാൻ പോയി ഗേറ്റ് തുറന്നു. സാധാരണ എപ്പോഴും അവിടെ ഗേറ്റ് തുറന്ന് ഇട്ടേക്കാണ് പതിവ്. അപ്പോൾ ഇത് അന്ന് ഗേറ്റ് അടഞ്ഞു കിടക്കുകയായിരുന്നു. അന്ന് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. അവിടെ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കാർ പോർച്ച്. അപ്പോൾ കാർ പോർച്ചിൻ്റെ സൈഡിൽ ഒരു കിണറുണ്ട്. അതിൻ്റെ സൈഡിലൂടെ വേണം വീട്ടിലേക്ക് കയറാൻ. ഇപ്പോൾ സിറ്റിയുടെ ഹാർട്ട് ഓഫ് സിറ്റി എന്ന് പറയാവുന്ന ഒരു സെൻറ്ററിൽ തന്നെയാണ് ഈ വീടിരിക്കുന്നത്. ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ലോക്ക് മാറ്റാൻ വേണ്ടി നോക്കിയപ്പോൾ ആ കാറിൻ്റെ സൈഡിലായിട്ട് നല്ല ഹൈറ്റുള്ളൊരു ആൾ നിൽക്കണം. ഒരു പേർപ്പിൾ കളർ ഷർട്ടും ഒരു മുണ്ടുമാണ് കൊടുത്തിരിക്കുന്നത്. ഫേസ് എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫ്രണ്ടിൻ്റെയും ഹസ്ബൻഡിൻ്റെയും മാത്രമേ അറിയുള്ളൂ. അവരുടെ വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടെന്നറിയാം, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ വേറെ ആരൊക്കെ താമസം ഉണ്ടെന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് ഞാൻ വീണ്ടും കുറ്റി എടുത്തിട്ട് നോക്കുമ്പോൾ ആളിനെ കാണുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങോട്ട് മാറിയിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ എന്നാലും ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് ഇത് സംഭവിച്ചത്. പക്ഷെ അങ്ങനെ മാറാൻ വേറെ ഓപ്ഷനൊന്നുമില്ല, വേറെ എങ്ങോട്ട് പോകാനുള്ള സ്ഥലമൊന്നുമില്ല. ആ വീടിന് ഈ ഒരു ഗേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ബോധർ ചെയ്തില്ല. ഞാൻ പോയി ഫ്രണ്ടിനെ കണ്ടു, സാധനം കൊടുത്തു, ജസ്റ്റ് സംസാരിച്ചു, പുറത്തിറങ്ങി. എന്നിട്ട് ഞാൻ കാറിൽ കയറിയിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് ഈ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ആദ്യം എനിക്ക് തോന്നിയതായിരിക്കും, എൻ്റെ തോന്നലായിരിക്കാം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായി, എൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അവിടെ ഒരാൾ നിൽക്കുന്നത് കണ്ടു. ഞാൻ ഇങ്ങനെ എനിക്കുണ്ടായ അനുഭവം പറഞ്ഞു. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു അത് ചിലപ്പോൾ അവരുടെ ആരുടെയെങ്കിലും അച്ഛനായിരിക്കാം, ചിലപ്പോൾ നീ ചക്കയപ്പം കൊണ്ടുവരണമെന്ന് പറഞ്ഞതാണല്ലോ, അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി നിന്നതായിരിക്കും, ചക്കയപ്പം ഒത്തിരി ഇഷ്ടമുള്ള ആരെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തമാശയായിട്ട് എടുത്ത് അതങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ ശരിക്കും എൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു എക്സ്പീരിയൻസ് പോയില്ല. അപ്പം ഞാൻ ആ ദിവസം എനിക്ക് സമയം കിട്ടില്ല. പിറ്റേ ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചപ്പം അച്ഛനും അമ്മയും ഉണ്ട്, പിന്നെ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. എന്നാൽ അച്ഛനും അമ്മയും ഒരു ഡബിൾ സ്റ്റോറീഡ് വീടാണ്, മുകളിൽ സെപ്പറേറ്റ് ആയിട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവർ താഴെ ഇവർ രണ്ടുപേരും മോളും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ പോകുമ്പോൾ ഇവർ മാത്രമേ കാണാറുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയാണോ എന്ന് ചോദിച്ചും പറഞ്ഞു ഹസ്ബൻഡിൻ്റെ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര വർഷം മുന്നേ എന്ന് ചോദിച്ചു. ഒത്തിരി വർഷങ്ങൾക്ക് മുന്നെയാണ്, ഇവരുടെ കല്യാണത്തിനൊക്കെ വളരെ മുന്നെയാണ് മരിച്ചതെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഫ്രണ്ട് കണ്ടിട്ടില്ല ആളിനെ. അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. എനിക്ക് എൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല, ബട്ട് ഇങ്ങനെ ഒരാളിനെ പ്രഭപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്കൊരു ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പുള്ളിക്കാരത്തി പറഞ്ഞ അവരുടെ ഫാമിലിയിൽ നടന്ന ഒരു സംഭവമാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് ഇവരുടെ ഈ ഒരു 3.5 മാസത്തിനകത്ത് ഇവരുടെ കുടുംബത്തിൽ, ഇവരുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ ഒരു സൂയിസൈഡ് നടന്നു. അതായത് ഹസ്ബൻഡിൻ്റെ വല്യമ്മയോ മറ്റുമാണ്. അതും ട്രിവാൻഡ്രം സിറ്റിയുടെ ഹാർട്ടായിട്ടുള്ള വേറൊരു ഭാഗത്തുനിന്ന് പറയാം. അപ്പോൾ ഏത് ഏരിയ എന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അവിടെയാണ് അവരുടെ വീട്. അപ്പോൾ അവിടെ ഇവരുടെ ഫാമിലിയിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ദുരനുഭവങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. അമ്മയ്ക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ എപ്പോഴും അസുഖങ്ങൾ, ഒന്നിലും ഒരു എഴുന്നേറ്റമില്ല എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് കുറച്ച് നാൾക്ക് മുമ്പ് ഈ അമ്മ സൂയിസൈഡ് ചെയ്തത്.
അപ്പോൾ അതിനുശേഷം അവരുടെ മക്കളെല്ലാം കൂടി നമ്മൾ പറയുമല്ലോ ഈ ജോൾസിനെയൊക്കെ വിളിച്ചിട്ട് നോക്കിപ്പിക്കുന്ന ഇത്, അങ്ങനെ നോക്കിയപ്പോൾ പറഞ്ഞു എന്ന് അവരുടെ എന്തൊക്കെയോ അവരുടെ ഫാമിലിയിലുള്ള എന്തൊക്കെയോ ദോഷങ്ങളാണ്. പിന്നെ ഒത്തിരി ആത്മാക്കളുടെ സഞ്ചാരം ആ വീടിനും പരിസരത്തുമായിട്ടുണ്ട്. അപ്പം അതുമൊക്കെ ഒരു പ്രശ്നമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഒരു മൂന്നര മാസത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്നിട്ട് തിരുവനന്തപുരത്ത് ഈ ഹാർട്ട് ഓഫ് സിറ്റിയിൽ ഈ ഭാഗത്തും പിന്നെ അടുത്ത സഞ്ചാരം അദ്ദേഹം പറഞ്ഞത് ഈ ഞാൻ പോയി എൻ്റെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ ആ ഏരിയയും ആ പരിസരത്തുമാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും അപ്പോൾ ഈ എൻ്റെ ഫ്രണ്ടിന് ഈ മരണത്തിൽ ഈ ജോൾസിനെ നോക്കുന്നതിന് മുന്നേ തന്നെ വേറെ ചില എക്സ്പീരിയൻസ്, അതായത് നമ്മുടെ ഇങ്ങനെ അടുക്കളയിലൊക്കെ നിൽക്കുമ്പോൾ, കൂടുതൽ അടുക്കളയിൽ നിൽക്കുന്ന സമയത്താണെന്ന് പറഞ്ഞു, അടുക്കളയിൽ നിൽക്കുമ്പോൾ ബാക്കിൽ ആരോ നിൽക്കുന്ന പോലെ, അത് നല്ല ഹൈറ്റുള്ള ഒരാളാണ്, ബാക്കിൽ ആരോ നിൽക്കുന്ന ഒരു ഫീല്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ആ പുള്ളിക്കാരത്തെ വിളിക്കും. അപ്പോൾ പെട്ടെന്ന് വിളി കേട്ടിട്ട് മോളെടുത്തും ഹസ്ബൻഡിൻ്റെ അടുത്തൊക്കെ പോയി ചോദിക്കും എന്നെ വിളിച്ചോ എന്ന് ചോദിക്കും. അപ്പോൾ അവരൊന്നും വിളിച്ചിട്ടില്ല. അപ്പോൾ ഇത് കുറേ ദിവസങ്ങളായിട്ടുള്ള ഒരു ഈ അമ്മ സൂയിസൈഡ് ചെയ്യുന്ന ആ ഒരു സമയം തൊട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇത് സ്ഥിരം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ പക്ഷെ പുള്ളിക്കാരത്തേക്ക് ആരോടും പറയാൻ പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ആരോടെങ്കിലും പറഞ്ഞാൽ എന്തോ ഒന്നുകിൽ തോന്നലാണെന്ന് പറയില്ലെങ്കിൽ പറയും നോർമലല്ല, നിങ്ങൾക്ക് എന്തോ തലയ്ക്ക് പ്രശ്നമാണ് എന്ന് പറയും. എനിക്കും അത് തന്നെയായിരുന്നു. എനിക്ക് എൻ്റെ ഫ്രണ്ടിനോട് പറയാൻ ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ടാണ് പറഞ്ഞത്, ഞാൻ നോർമലാണ് കേട്ടോ, എൻ്റെ തലയ്ക്ക് പ്രശ്നമാണെന്നൊന്നും വിചാരിച്ചേക്കരുത്, എനിക്ക് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായി, എൻ്റെ തോന്നലാണോ ഇല്ലെന്ന് അറിയില്ല, എന്തായാലും ഞാൻ ഷെയർ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞത്. അപ്പോൾ അതേ അവസ്ഥയിലായിരുന്നു എൻ്റെ ഫ്രണ്ട്. കാരണം ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോഴും ഹസ്ബൻഡ് ഒരു ജേർണലിസ്റ്റാണ്. പുള്ളിക്കാരൻ പറഞ്ഞു ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല, നീ തോന്നലാണ്, നീ അതുകൊണ്ട് വേറെ നല്ല ബുക്സൊക്കെ വായിക്കുക, അങ്ങനെ ഇങ്ങനെ തോന്നലുകളാണെന്ന് പറഞ്ഞ് ഒഴിയുമായിരുന്നു. അപ്പം പറയുന്നവരോടെല്ലാം ആരോടെങ്കിലും പറയാൻ ശ്രമിച്ചാൽ ഇതായിരിക്കും റിപ്ലൈ കിട്ടുന്നത്. അതുകൊണ്ട് ആരോടും പറയാതെ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസുമായിട്ട് അങ്ങോട്ട് ചെന്നത്. അപ്പോൾ ശരിക്ക് പറഞ്ഞു ഇതാണ് സംഭവം. അവർക്ക് ഇങ്ങനെയുള്ളൊരു സ്ഥിരം ഇപ്പം ഡെയിലി കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊന്നും ഒട്ടും പേടിയില്ലാത്ത എന്താ പറയുക, പേടിയില്ലാത്ത ക്യാരക്ടറാണ്. ഇപ്പം നമ്മളാരെയും ഉപദ്രവിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെയും അവർ ഉപദ്രവിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇതൊക്കെ നമ്മളെ ചിലപ്പം മനസ്സിൻ്റെ തോന്നലാവാം. പക്ഷെ എന്നാലും രണ്ട് വ്യക്തികൾക്ക് ഒരേ പോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പം നമുക്ക് തന്നെ തോന്നും. ഇടയ്ക്ക് പറഞ്ഞിരുന്നല്ലോ അന്യഗ്രഹ ജീവികളുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അന്യഗ്രഹ ജീവികൾ മാത്രമല്ല മറ്റ് എനർജികളും നമ്മുടെ കൂട്ടത്തിലുണ്ടാവാമല്ലോ. അപ്പോൾ ചിലർക്ക് അത് ഒരു വിഷനായിട്ട് വരാം, മറ്റു ചിലർക്ക് ചിലപ്പോൾ അത് വിഷനാവാണ്ട് പോകുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ ചുറ്റിലും നമ്മളല്ലാണ്ട് മറ്റു പലരും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ചുറ്റുമുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടു എന്നുള്ള ഒരു സന്തോഷ വർത്തമാനം അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ വീഡിയോ. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ എന്തായാലും ഇത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാളല്ല, വീട്ടിലെ ഒരാളിനെ പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും അലഞ്ഞു തിരിഞ്ഞ ഒരു ആത്മാവൊന്നും അല്ല ഇത്, സ്വന്തം വീട്ടിലെ അടുത്ത ബന്ധത്തിലുള്ള ആരോ തന്നെയാണെന്ന് പറഞ്ഞു. കാരണം ഇപ്പൊക്കെ കണ്ടാൽ ഇങ്ങനെ നമ്മളെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീട്ടിലെ ഒരു ഗൃഹനാഥൻ എങ്ങനെയാണോ നിൽക്കുന്നത് ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അടിയിലൊരു കമൻറ്റായി ഇട്ടാൽ ശരിക്കും നമുക്കത് എന്താ പറയേണ്ടത്, ഇതുപോലെയുള്ള സെയിം അനുഭവങ്ങൾ വേറുള്ളവർക്കും ഉണ്ടല്ലോ എന്ന് ആശ്വസിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ബെല്ലൈക്കണെ ഒന്ന് പ്രസ് ചെയ്യാനും.